നമസ്കാരം. പടുതാക്കുളത്തിലെ മത്സ്യകൃഷിയിൽ ഇക്കുറിയും 100 മേനി വിളവ്. മറയൂർ നാച്ചിവയലിൽ കടേപ്പറമ്പിൽ ജിമ്മി കുര്യാക്കോസ് നടത്തി വരുന്ന പടുതാക്കുളത്തിലെ മത്സ്യകൃഷിയിലാണ് ഇത്തവണയും മികച്ച നേട്ടം ഉണ്ടായിട്ടുള്ളത്. മുമ്പ് 3 തവണ വിളവെടുത്തെന്നും 4ാമത്തെ വിളവെടുപ്പാണ് ഇപ്പോൾ നടത്തിയതെന്നും ജിമ്മി പറഞ്ഞു. ഞാൻ മറയൂർ പഞ്ചായത്തിൽ 12ാം വാർഡ് നാച്ചുവയലിൽ സ്ഥിരതാമസക്കാരനാണ്. എൻ്റെ വീട്ടുപേര് കടേപ്പറമ്പിൽ. എൻ്റെ പേര് ജിമ്മി കുര്യാക്കോസ്. ഞാൻ വൈക്കം താലൂക്കിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങി. 77 ഇവിടെ വന്ന് താമസിക്കുന്നതാണ്. അവിടെ ഈ മീൻപിടുത്തമൊക്കെ ഞങ്ങൾക്കൊരു വലിയൊരു ഹരമായിരുന്നു. ഞങ്ങൾ സ്കൂൾ വെക്കേഷൻ ടൈമിലൊക്കെ ഇതായിരുന്നു ഞങ്ങളുടെ പരിപാടി. അങ്ങനെ അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് സംഗതി ഒരു മീൻപിടുത്തത്തിനുള്ളൊരു സൗകര്യമില്ല, മീൻ വളർത്താനൊരു സൗകര്യമില്ല, മീൻ കിട്ടാൻ സൗകര്യമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് മീൻ വളർത്തണം എന്നുള്ളൊരു വലിയ ആഗ്രഹത്തിലിരിക്കുമ്പോഴാണ് 2018 അന്നത്തെ സർക്കാർ സുഭിക്ഷ കേരളം പദ്ധതി എന്നൊരു പദ്ധതി ഉണ്ടാക്കുകയും ആ പദ്ധതിപ്പെടുത്തി പഞ്ചായത്തും എല്ലാവരുടെയും കൂടി സഹകരണത്തോടു കൂടി ഈ പടുതാക്കുളം നിർമ്മാണത്തിന് എനിക്ക് സബ്സിഡി കിട്ടുകയും 1,20,000 രൂപ അടങ്കൽ തുകയായിരുന്നു. അതിനകത്ത് 40% സബ്സിഡി തരികയും ചെയ്തു. അങ്ങനെ പടുതാക്കുളം നിർമ്മിച്ച് ഞങ്ങൾ ഇത് മത്സ്യബെഡിൻ്റെ കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരികയും അതുപോലെ തന്നെ മീൻ തീറ്റയ്ക്ക് സബ്സിഡി തരികയും ചെയ്തു. അങ്ങനെ വളർത്തി ഞാനിതിപ്പോൾ 4ാമത്തെ ഇത് വിളവെടുപ്പാണ് നടത്തുന്നത്. അങ്ങനെ അപ്പം ഒരു നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഇതിന് തീറ്റ കൊടുക്കുന്ന മുഴുവൻ സംഗതി നമ്മൾ പെല്ലറ്റ് ഫീഡാണ് കൊടുക്കുന്നത്. അങ്ങനെ അല്ലാണ്ട് പക്ഷി വേസ്റ്റോ അല്ലെങ്കിൽ പച്ചക്കറി വേസ്റ്റോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മീൻ മേടിച്ചുകൊണ്ട് പോകുന്നവരെല്ലാം വീണ്ടും ഇവിടെ വന്ന് ചോദിക്കാറുണ്ട്. മിക്കവാറും എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുക മീൻ പിടിക്കാറായോ എന്ന് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുക. അത്രയ്ക്കും ടേസ്റ്റാണ് മീൻ. നമ്മുടെ നാടൻ കരിമീനേലും ടേസ്റ്റാണ്. ഇപ്പോൾ ഇതൊരു നന്നായിട്ട് ഫിഷ് മോളി വയ്ക്കാനും അതുപോലെ തന്നെ മപ്പാസ് വയ്ക്കാനും വറക്കാനും ഒക്കെ നല്ല വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് എനിക്കൊരു വലിയൊരു വരുമാന മാർഗ്ഗമാണ്. കഴിഞ്ഞ പോലെ എനിക്കൊരു 1.5 ലക്ഷം രൂപ ഇതിനകത്ത് എനിക്ക് 1.5 ലക്ഷം രൂപയുടെ മീൻ എനിക്ക് വിൽക്കാൻ സാധിച്ചു. 1.5 ലക്ഷം കൂടുതൽ രൂപയുടെ മീൻ വിൽക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ വീട്ടാവശ്യത്തിനും ബന്ധുക്കൾക്ക് കൊടുത്തത് വേറെ. അപ്പോൾ ഇത് എൻ്റെ ഒരു നല്ലൊരു ജീവനോപാധിയും ഒരു മനസ്സിനല്ല എൻ്റെ കൃഷിയിൽ ഇതിൻ്റെ തീറ്റ കൊടുക്കലും ഇതിനെ പരിപാലിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേനും മനസ്സിന് ഒരു ഉണർവും ഉന്മേഷവും കിട്ടാറുണ്ട്. ഒരു മാനസികോല്ലാസം നല്ലതായിട്ട് കിട്ടാറുണ്ട്. നമുക്കിട്ട് ഈ വാർദ്ധക്യ സമയത്ത് ടെൻഷൻ ഇല്ലാത്തൊരു ഫ്രീ ടെൻഷൻ ജീവിതം തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് എൻ്റെ ഭാര്യയും മകനും മരുമകളും ഒക്കെ എന്നെ ഇതിനകത്ത് വേണ്ടിയിട്ട് സഹായിക്കാറുണ്ട്. ഭാര്യയുടെ പേരിലാണ് ഇതിൻ്റെ സ്കീം നടപ്പാക്കിയത്. അപ്പം ഭാര്യയും മക്കളും എല്ലാവരും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രോത്സാഹിക്കുന്നുണ്ട്. ഞാൻ ഒരു 10 ദിവസം കൂടുമ്പോഴത്തേന് ഈ വെള്ളം അടിയിലൊരു വാൽ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രെയിനേജ് പൈപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ പുറത്ത് വാല് തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളം അഴുക്കായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തുറന്നു വിടാൻ സാധിക്കുന്നുണ്ട്. അത് തുറന്നു വിട്ട് കഴിഞ്ഞിട്ട് 10 ദിവസം കൂടുമ്പോൾ നമ്മൾ ഫ്രഷ് വാട്ടർ ഇറക്കി. അതുകൊണ്ട് എപ്പോഴും നല്ല ശുദ്ധ വെള്ളമാണ്, നല്ല രീതിയിൽ ശുദ്ധജല മത്സ്യം എന്ന് തന്നെ പറയാം. മറയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജോമോൻ തോമസ്, വാർഡ് മെമ്പർ രാധിക, ഫിഷറീസ് വകുപ്പ് പ്രൊമോട്ടർ ആൻസി അനൂപ്, വ്യാപാരി വ്യവസായ സമിതി മറയൂർ മേഖലാ സെക്രട്ടറി അനൂപ് എന്നിവർ വിളവെടുപ്പിൽ സംബന്ധിച്ചു. ആദ്യ വിൽപ്പന പഞ്ചായത്ത് പ്രസിഡന്റ് ജോമോൻ തോമസ് നിർവഹിച്ചു. പരീക്ഷിച്ച് വിജയിച്ച ഇത്തരം കൃഷിരീതികൾ പിന്തുടരാൻ സന്നദ്ധരാവുന്നവർക്ക് പഞ്ചായത്ത് കഴിയാവുന്ന എല്ലാ സഹായങ്ങളും ലഭ്യമാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജോമോൻ പറഞ്ഞു. ഫിഷറീസ് വകുപ്പിൽ നിന്നുള്ള മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചാണ് ജിമ്മി പടുതാക്കുളം നിർമ്മിച്ച് മത്സ്യം വളർത്തൽ ആരംഭിച്ചിട്ടുള്ളതെന്നും കഴിഞ്ഞ 3 വർഷമായി കൃഷി ലാഭകരമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്നും ഇത്തരത്തിൽ പഞ്ചായത്ത് പരിധിയിൽ നിരവധി പേർ മത്സ്യകൃഷി ആരംഭിച്ചിട്ടുണ്ടെന്നും ഫിഷറീസ് വകുപ്പ് പ്രൊമോട്ടർ ആൻസി അനൂപ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മറയൂർ വിഷൻ.